KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയേക്കുമെന്ന പ്രചരണങ്ങൾക്കിടെ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് കെ സുധാകരൻ. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറണം എന്ന നേരിയ സൂചന പോലും തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് സുധാകരൻ പറയുന്നു. മാധ്യമങ്ങളാണ് KPCC നേതൃമാറ്റത്തെക്കുറിച്ച് വാർത്തയുണ്ടാക്കുന്നതെന്നും സുധാകരൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നെ മാറ്റണമെങ്കിൽ ഡൽഹിയിലേക്ക് വിളിപ്പിക്കേണ്ട കാര്യമില്ല. പാർട്ടി എന്നോട് സ്ഥാനം ഒഴിയാൻ പറഞ്ഞാൽ ആ നിമിഷം ഞാൻ ഒഴിയും. പാർട്ടി പ്രവർത്തനത്തിൽ എത്രയോ വർഷത്തെ പാരമ്പര്യം എനിക്കുണ്ട് എന്നും സുധാകരൻ എടുത്തു പറയുന്നുണ്ട്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായും AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുമായും 1.5 മണിക്കൂറോളം സംസാരിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കേരള രാഷ്ട്രീയത്തെക്കുറിച്ചും തദ്ദേശ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുമായിരുന്നു ചർച്ച എന്നും സുധാകരൻ പറഞ്ഞു വെക്കുന്നു. തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു എന്നൊരു ഫീൽ ഉണ്ടായിട്ടില്ല എന്നും അത്തരത്തിൽ ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എവിടെ നിന്നാണ് പുതിയ പേരുകൾ വരുന്നത് എന്ന് തനിക്കറിയില്ല എന്നും സുധാകരൻ എടുത്തു പറഞ്ഞു. ഒരുപാട് പേർ എനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് പറയുന്നു. എന്നാൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് ഞാനല്ലേ പറയേണ്ടത്? എന്ത് ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിലും ചികിത്സയ്ക്ക് സൗകര്യമില്ലേ? അത് മറച്ചു വെക്കേണ്ട കാര്യം എന്താണ്? എന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വല്ലായ്മ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ നോർമൽ അല്ലാത്ത എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നാണ് സുധാകരന്റെ ചോദ്യം. തനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് ചിലർ മനഃപൂർവ്വം പറഞ്ഞു പരത്തുകയാണ് എന്നും രോഗിയാണെന്ന് കാണിച്ച് തന്നെ മൂലക്കിരുത്താൻ ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് എന്നും അദ്ദേഹം തുറന്നടിച്ചു. ഇതിനു പിന്നിൽ സംസ്ഥാനത്തെ തന്നെ ഒരു നേതാവാണ്. തന്നെ അഖിലേന്ത്യാ കമ്മിറ്റി മാറ്റില്ല എന്ന ഉറപ്പ് തനിക്കുണ്ട്. പാർട്ടി പ്രവർത്തനത്തിൽ പ്രായമല്ല, പ്രാപ്തിയാണ് പ്രധാനമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. താൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് പറയുന്നവർ വഷളന്മാരാണ്. ആ പ്രചരണം അവർ സ്വയം നിർത്തണം. അത്തരം പ്രചരണം നിർത്താൻ താൻ യാചിക്കില്ല എന്നും KPCC കാര്യങ്ങൾ നോക്കാൻ ലിജുവിനെ താനാണ് നിശ്ചയിച്ചത് എന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി അഭിപ്രായ വ്യത്യാസമില്ലെന്നും സുധാകരൻ എടുത്തു പറയുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം ഉദ്ഘാടന വേദിയിൽ ഇന്ത്യ മുന്നണിയെ പ്രധാനമന്ത്രിയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രിയും അപമാനിച്ചെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയെ തന്നെ പ്രധാനമന്ത്രി അപമാനിച്ചിട്ടും BJP സംസ്ഥാന അധ്യക്ഷനെ വേദിയിലും CPM സംസ്ഥാന സെക്രട്ടറിയെ സദസ്സിലും ഇരുത്തിയിട്ടും മുഖ്യമന്ത്രി പ്രതിഷേധിച്ചില്ല എന്നതും സുധാകരൻ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. കേന്ദ്രത്തിൽ നിന്ന് വായ്പയായി അനുവദിച്ച 817 കോടി രൂപയുടെ VGF ഗ്രാൻഡായി മാറ്റണമെന്ന് ആവശ്യപ്പെടാൻ മുഖ്യമന്ത്രിക്ക് നാവ് പൊന്തിയില്ല. സിംഹഭാഗം മുതൽ മുടക്കും കേരളം നടത്തുന്ന പദ്ധതിക്ക് പ്രധാനമന്ത്രിയുടെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. മാസപ്പടി കേസിലും സ്വർണ്ണക്കടത്ത് കേസിലുമൊക്കെ കുടുങ്ങിക്കിടക്കുന്ന മുഖ്യമന്ത്രിയിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തുകയും എഴുന്നേൽപ്പിക്കുന്നതുമായ ശക്തിയെ വണങ്ങുന്നത് സ്വാഭാവികമാണെന്നും സുധാകരൻ കിട്ടിയ അവസരത്തിൽ പറഞ്ഞിരുന്നു.